ഓക്കെ. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഞാൻ ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഫ്രണ്ട്ടെക്കിന്റെ ഒരു 1200 DPI വരുന്ന ഒരു ഗെയിമിംഗ് മൗസാണ്. വയേർഡ് ഗെയിമിംഗ് മൗസാണ് ഞാൻ ഇന്ന് വാങ്ങിയിരിക്കുന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പ്രൈസ് പറയുന്നത് ₹150 നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അടിപൊളി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഗെയിമിംഗ് മൗസാണ് ഈ ഒരു ഫ്രണ്ട്ടെക്കിന്റെ ഒരു മൗസ് എന്ന് പറയുന്നത്. ഞാൻ അത് യൂസ് ചെയ്ത് നോക്കി. 4 ലെവൽ നിങ്ങൾക്ക് DPI കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് സ്പീഡ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പം ₹150 കിട്ടാവുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഗെയിമിംഗ് വയേർഡ് ഗെയിമിംഗ് മൗസാണ് ഈ ഒരു ഫ്രണ്ട്ടെക്കിന്റെ ഈ ഒരു മൗസ് എന്ന് പറയുന്നത്. കൂടുതൽ പറയാൻ പഠിപ്പിക്കുന്നില്ല. ലെറ്റ്സ് ഗെറ്റ് ടു ദ അൺബോക്സിംഗ്. ഫസ്റ്റിനെ ഇതാണ് ഇതിന്റെ ഫ്രണ്ട് എന്ന് പറയുന്നത്. ഇതിന്റെ സൈഡ് ഭാഗം. ഇതിപ്പം എനിക്ക് ഇന്ന ഡെലിവറി ചെയ്ത് ബോക്സിംഗ് ഒക്കെ ഇങ്ങനെ തന്നെയാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ ഇതിന്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നോക്കാം. ഇവിടെ ഫീച്ചേഴ്സ് ഫസ്റ്റ് എഴുതിയിട്ടുണ്ട്, നിങ്ങൾ കണ്ടോക്കി. കണക്ടിവിറ്റി എന്ന് പറയുന്നത് വയേർഡ് ടൈപ്പ് ആണ്. 3 ബട്ടൺ മൗസ് ടൈപ്പ് ആണ്. ലെഫ്റ്റ് റൈറ്റ് പിന്നെ മറ്റേ സ്ക്രോളിംഗ് ബട്ടൺ അതുകൂടി ഉണ്ടാവും. പിന്നെ DPI ബട്ടൺ. പിന്നെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 1200 DPI ആണ് ഇതിന്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. കേബിൾ 1.2 മീറ്റർ ആണ്. ഡിമെൻഷൻ പിന്നെ വെയിറ്റ് 72 ഗ്രാം ആണ്. കളർ ബ്ലാക്ക് ആണ്. അപ്പം ഇതൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഞാൻ അത് യൂസ് ചെയ്ത് നോക്കിയാണ്. RGB ലൈറ്റ് ഉണ്ട്. അൺബോക്സ് ചെയ്യുമ്പോൾ തന്നെ ഇതേപോലെ പാക്കിലാണ് വരല്. പാക്കറ്റ് ജസ്റ്റ് മാറ്റി വെക്കാം. അപ്പോൾ പാക്കറ്റ് തുറന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ മൗസ് എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ല വയേർഡ് മൗസാണ്. USB വയേർഡ് ആണ്. ഇപ്പോൾ ഇതാണ് നമ്മുടെ മൗസ് എന്ന് പറയുന്നത്. ഫ്രണ്ട്ടെക്കിന്റെ ഒരു വയേർഡ് ഗെയിമിംഗ് മൗസ് ആണ്. നല്ല കണ്ടോ, ഇവിടെ DPIന്റെ ബട്ടനൊക്കെ ഉണ്ട്. വെച്ചാൽ മതി. 4 ലെവൽ DPI ഉണ്ടാവും. സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും പറ്റുന്നത്. ഇപ്പം ഇതാണ് ഇതിന്റെ കേബിൾ. അത്യാവശ്യം നല്ലൊരു അടിപൊളി മൗസാണ്. ഞാൻ യൂസ് ചെയ്ത് നോക്കി. നല്ല കംഫർട്ടബിളും ആണ്. കണ്ടോ, അത്യാവശ്യം നല്ല സൈസും ഉള്ള മൗസാണ്. നിങ്ങൾക്ക് നല്ല വാല്യൂ ഫോർ മണി പ്രൊഡക്റ്റ് ആണ്. ഇത് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഇത് 1200 DPIന്റെ മൗസാണ്, ഗെയിമിംഗ് മൗസാണ്. ഇതിന് മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിൽ നമുക്ക് ഏകദേശം 3600 DPI നമുക്ക് കിട്ടും. അതാണ് ഈ ഒരു മൗസ്. സെബ്രോണിക്സിന്റെ ട്രാൻസ്ഫോമർ M എന്ന് പറഞ്ഞ മോഡലാണ് ഇത്. ഇതിന് 3600 DPI വരെ നിങ്ങൾക്ക് കിട്ടും. ഇതിന് ഏകദേശം 400 സംതിങ് അങ്ങനെയാണ് പ്രൈസ്. അപ്പം ഇതിന്റെ വീഡിയോ വേണമെങ്കിൽ ഇതിന്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ വീഡിയോന്റെ സൈഡിലോടെ പിന്നെ ഇതൊക്കെ. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിന്റെ വീഡിയോ കാണാം. ഇതിന് 3600 DPIന്റെ ഗെയിമിംഗ് മൗസാണ്. 4 ലെവലിൽ കൺട്രോൾ വരുന്നുണ്ട്. ഇത് ഇത് ഫ്രണ്ട്ടെക്കിന്റെ 1200 DPI വരുന്ന ഒരു ഗെയിമിംഗ് മൗസാണ്. ഇതിനും 4 ലെവൽ സെറ്റിംഗ് ഉണ്ട്. ബട്ട് ഇതിന് ₹150 ആണ് വരുന്നത്. ഇപ്പം RGB ഒക്കെ വരുന്നുണ്ട് ഇതിൽ. ഈ ഒരു വൈറ്റ് ലൈൻ കാണില്ലേ, അവിടെയൊക്കെ RGB ലൈറ്റ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരു കിടിലൻ സാധനമാണ്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇതിന്റെ മൗസ് യൂസ് ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമ്മുടെ മൗസ് ഇവിടെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ലാപ്പിൽ. അപ്പം ഇതുപോലെയാണ് നമ്മുടെ ലൈറ്റ് ഒക്കെ ഉണ്ടാവുക. ഫ്രണ്ട്ടെക്കിന്റെ RGB ലൈറ്റ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഇതിപ്പോൾ ഫസ്റ്റ് ലെവലിലാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ലെവലത്തെ സെൻസിറ്റിവിറ്റി കാണാൻ ഈ ഒരു സ്പീഡാണ് ഉണ്ടാവുക. ഇനി ഈ DPIന്റെ ഒരു ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ സെക്കൻഡ് ലെവലിലെത്തും. അപ്പോൾ നമുക്കത് ഈ ഒരു സ്പീഡ് കിട്ടും. തേർഡ് ലെവലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്പീഡ് കിട്ടും. ഫോർത്ത് ലെവൽ വരാനുള്ളത്. അപ്പോൾ ലാസ്റ്റ് ലെവൽ ക്ലിക്ക് ചെയ്താൽ ഫോർത്ത് ലെവൽ ക്ലിക്ക് ചെയ്താൽ ഉണ്ടാവും. ഇത്രയും സ്പീഡിലാണ് പോകുക. ഇത്രയും സ്പീഡ് നമുക്ക് കിട്ടും. അപ്പം പിന്നെയും ഫസ്റ്റ് ലെവലിലേക്ക് ഉണ്ടാവും. ഒരു നോർമൽ സ്പീഡിലേക്ക് തന്നെ തിരിച്ചു വരും. ഓക്കെ, അപ്പോൾ ഇത്രയും വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒരു അടിപൊളി കിടിലൻ വാല്യൂ ഫോർ മണി ഗെയിമിംഗ് മൗസ് ആണ്. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് നോർമൽ യൂസിന് യൂസ് ചെയ്യാം, ഗെയിം കളിക്കാനും യൂസ് ചെയ്യാം. ബട്ട് അത്ര വലിയൊരു ഗെയിമിങ്ങിനും പറ്റിയൊരു മൗസ് ഒന്നല്ല. ബട്ട് നിങ്ങൾക്ക് നോർമൽ ഒരു ഗെയിമർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മൗസ് പ്രിഫർ ചെയ്യാൻ പറ്റും. ഒരു കിടിലൻ മൗസും തന്നെയാണ്. നല്ലൊരു ഗെയിമിംഗ് മൗസ് ആണ്. 1200 DPI നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എത്രത്തെ വീഡിയോ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങണമെങ്കിൽ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്ര അടിപൊളി ഇൻട്രസ്റ്റിംഗ് വീഡിയോ നമുക്ക് വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.